നമസ്കാരം. ദ പ്രസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നലെ ഒരുപാട് വാർത്തകൾ ഉണ്ടായ ദിവസമാണ്. ആരവല്ലിയുടെ കേസിൽ സുപ്രീം കോടതിയിൽ നിന്ന്, അതുപോലെ തന്നെ ഉന്നാവോ കേസിൽ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ 2 വിധിന്യായങ്ങൾ, നീതിപീഠത്തിൽ ജനങ്ങൾക്കുള്ള പ്രതീക്ഷ അത് ഉയർത്തിപ്പിടിക്കുന്നതായിരുന്നു. സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ 2 വിധികളും വന്നത്. അതുപോലെ തന്നെ CPM-ഉം CPI-യും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ പരാജയ കാരണങ്ങൾ എന്താണെന്ന് വിലയിരുത്തിയ ശേഷം അതിൽ കുറവുകൾ ഉണ്ടായിരുന്നു, കുറ്റങ്ങൾ പറ്റിയിട്ടുണ്ട്, തെറ്റുകൾ പറ്റിയിട്ടുണ്ട് എന്ന കാര്യം തുറന്നു സമ്മതിക്കുന്ന കാഴ്ച കണ്ടു. ഇതെല്ലാമാണ്. അതുപോലെ തന്നെ സ്വർണ്ണപ്പാളി കേസിൽ ഒരാൾ കൂടി അറസ്റ്റിലായി. മുൻ ദേവസ്വം ബോർഡ് അംഗവും CPM നേതാവുമായ വിജയകുമാറിനെ SIT അറസ്റ്റ് ചെയ്തു. അദ്ദേഹം SIT ഓഫീസിൽ വന്ന് കീഴടങ്ങുകയായിരുന്നു. ഇങ്ങനെ തുടങ്ങിയ നിരവധി വാർത്തകൾ ഉണ്ട്. നമുക്ക് ഓരോന്നായി നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത സുപ്രീം കോടതിയിൽ നിന്ന് വന്ന 2 വാർത്തകൾ തന്നെയാണ്. അതൊന്ന്, ആരവല്ലി കേസിൽ ആരവല്ലി മലനിരകളുടെ പുനർനിർവചനം, അത് നവംബർ 20-ന് സുപ്രീം കോടതി അംഗീകരിച്ച, അത് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം നൽകിയ റിപ്പോർട്ട് അതേപോലെ അംഗീകരിച്ച സുപ്രീം കോടതിയുടെ തന്നെ ഉത്തരവിനെ തിരുത്തുന്നതായിരുന്നു. ആരവല്ലി കേസിൽ ഇന്നലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് കീഴിലുണ്ടായ ബെഞ്ചിൻ്റെ സ്വമേധയാ കേസെടുത്തുകൊണ്ട് അത് പരിഗണിക്കുകയായിരുന്നു. ആരവല്ലിയുടെ നിർവചനം മാറ്റിയത് 100 മീറ്റർ ഉയരം, സമുദ്രനിരപ്പിൽ നിന്ന് 100 മീറ്റർ ഉയരമുള്ള മലനിരകൾ മാത്രമേ ആരവല്ലി മലനിരകളിൽ മലയായി ഉൾപ്പെടുകയുള്ളൂ എന്നും, 500 മീറ്ററിൽ 2-3 അത്തരം മലകളുണ്ടെങ്കിൽ അതിനെ ആരവല്ലി മലനിരകളായി കൺസിഡർ ചെയ്യുമെന്നുമായിരുന്നു പുതിയ നിർവചനം. അല്ലാത്തവയെല്ലാം തന്നെ ആരവല്ലി എന്ന സ്ഥാനത്തിൽ നിന്ന് പുറത്തേക്ക് പോകും. ശരാശരി 20 മീറ്റർ വരെയാണ് ആരവല്ലി മലനിരകളുടെ പല മലകളുടെയും ഉയരം എന്നിരിക്കെയാണ് ഇത്തരത്തിലൊരു നിർവചനം കൊണ്ടുവരികയും അതിന് സുപ്രീം കോടതി നവംബർ 20-ന് അംഗീകാരം നൽകി ഉത്തരവ് ഇറക്കുകയും ചെയ്തത്. ഇതിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് രാജസ്ഥാനിലും അതുപോലെ തന്നെ ഡൽഹി തുടങ്ങി വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായത്. കാരണം ആരവല്ലിയാണ് രാജസ്ഥാൻ മരുഭൂമി, ഥാർ മരുഭൂമിയിൽ നിന്നുള്ള ശക്തമായ മണൽക്കാറ്റിനെ ചെറുത്തു നിർത്തുന്നത്. അത് ഈ ആരവല്ലിയിലെ ഈ നിർവചനം മാറ്റുന്നതോടുകൂടി, 100 മീറ്റർ എന്ന രീതിയിലാകുന്നതോടുകൂടി അവിടെ ആരവല്ലി മലനിരകളുടെ നിർവചനത്തിൽ നിന്ന് ഈ മലകളെല്ലാം പുറത്തു പോവുകയും അനധികൃത ഖനനങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്യും. അങ്ങനെ ഖനനം നടക്കുമ്പോൾ സ്വാഭാവികമായും ഇല്ലാതാവുന്നത് വലിയൊരു പരിസ്ഥിതി സമ്പത്ത് തന്നെയാണ്. നമുക്ക് പശ്ചിമഘട്ടം എങ്ങനെയാണോ അതുപോലെയാണ് നോർത്ത് ഇന്ത്യയിൽ, അത് രാജസ്ഥാനെല്ലാം ഈ ആരവല്ലി മലനിരകൾ. അവിടുത്തെ ഭൂഗർഭജലം പിടിച്ചു നിർത്തുന്നത്, അതുപോലെ തന്നെ വലിയ തോതിൽ മരുവൽക്കരണത്തെ തടയുന്നതെല്ലാം ആരവല്ലിയാണ്. ആരവല്ലിയുടെ 35% ഇതിനോടകം തന്നെ അനധികൃത ഖനനം വഴി പൊളിച്ചു മാറ്റിയിരിക്കുന്നു. അപ്പോൾ ആ ഒരു ഇതിനെ സംരക്ഷിക്കാൻ പരിസ്ഥിതി പ്രവർത്തകരെല്ലാം തന്നെ വലിയ തോതിൽ പ്രതിഷേധങ്ങൾ ഉയർത്തുന്നു. ഈ പ്രതിഷേധങ്ങളെല്ലാം കണ്ട സുപ്രീം കോടതി സ്വമേധയാ കേസെടുക്കുകയായിരുന്നു. ആ സ്വമേധയാ കേസെടുത്തതിലാണ് ഇന്നലെ കോടതിയുടെ ഭാഗത്തുനിന്ന് ഉത്തരവ് വന്നിരിക്കുന്ന. ആരവല്ലിയുടെ നിർവചനം സുപ്രീം കോടതി മരവിപ്പിച്ചിരിക്കുന്നു. സംസ്ഥാനങ്ങൾക്കും കേന്ദ്രത്തിനും, 4 സംസ്ഥാനങ്ങൾക്കും കേന്ദ്രത്തിനും സുപ്രീം കോടതി നോട്ടീസ് അയക്കുകയും ചെയ്തു. ജസ്റ്റിസ് KK മഹേശ്വരി, G മസീഫ് എന്നിവരടങ്ങിയ ബെഞ്ചിൻ്റെ വിധിയാണ് വന്നിരിക്കുന്നത്. ഏതായാലും ഒരു തെറ്റ് സുപ്രീം കോടതി വന്ന ഒരു പഴയ തെറ്റ് തിരുത്തുന്നു എന്നത് സ്വാഗതാർഹമാണ്. ഇനി സർക്കാരുകളെല്ലാം റിപ്പോർട്ട് നൽകി കേന്ദ്രമെല്ലാം മറുപടി പറഞ്ഞ ശേഷം സുപ്രീം കോടതി വീണ്ടും ഈ നിർവചനം, പഴയ നിർവചനം തന്നെ അംഗീകരിക്കാതെ പുതിയത്, അതായത് വിദഗ്ധ സമിതിയെ വീണ്ടും രൂപീകരിക്കുകയാണ്. അവർ നൽകുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ആരവല്ലി മലനിരകളെ സംരക്ഷിക്കാനുള്ള നടപടികൾ സുപ്രീം കോടതി സ്വീകരിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്, പ്രതീക്ഷിക്കുന്നത്. നീതി നടപ്പിലാകും, അവിടെ ആരവല്ലിയെ സംരക്ഷിച്ച് നിർത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് തന്നെയാണ് വാർത്തകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആയിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആരവല്ലിക്കപ്പുറം ഇന്നലെ ഉന്നാവോ ബലാത്സംഗ കേസിലെ ശിക്ഷ ഒഴിവാക്കില്ല. BJPയുടെ മുൻ MLA കുൽദീപ് സിംഗ് സെൻഗറിനെതിരെ, അദ്ദേഹമാണ് ഉന്നാവോ കേസിലെ മുഖ്യപ്രതി, അദ്ദേഹത്തിനെതിരെ ജീവപര്യന്തം തടവ് ശിക്ഷിച്ചിരുന്നു. അതിനെ ഡൽഹി ഹൈക്കോടതി മരവിപ്പിച്ചിരുന്നു. 7 വർഷം അദ്ദേഹം പോക്സോ ആക്ടിന് കീഴിൽ പൊതുസേവകൻ എന്ന ഇത് വരില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഹൈക്കോടതി അദ്ദേഹത്തിന് ശിക്ഷ മരവിപ്പിച്ചത്. എന്നാൽ അത് വരും എന്നതാണ്. പൊതുപ്രവർത്തകനാണെങ്കിൽ 20 വർഷം വരെ തടവ് ശിക്ഷ കിട്ടും. അദ്ദേഹത്തിന് 7 വർഷം വരെ ആണ് അല്ലെങ്കിൽ കിട്ടുക. ഇപ്പോൾ ആ 7 വർഷം അദ്ദേഹം ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതി അദ്ദേഹത്തിനെ ജാമ്യത്തിൽ വിടാനും ശിക്ഷ മരവിപ്പിക്കാനും തീരുമാനിച്ചത്. ഇതിനെതിരെയാണ് അതിജീവിതായ അടക്കമുള്ളവർ സുപ്രീം കോടതി സമീപിക്കുകയും സുപ്രീം കോടതി അക്കാര്യത്തിൽ ഒരു തീരുമാനം വരികയും ചെയ്ത് ശിക്ഷ ഒഴിവാകില്ല, അദ്ദേഹത്തിൻ്റെ
ശിക്ഷ തുടരുക തന്നെ ചെയ്യും എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. മാത്രമല്ല ഉന്നാവോ കേസിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് മാത്രമല്ല, ആ പെൺകുട്ടിയുടെ പിതാവിനെ കൊലപ്പെടുത്തി. പെൺകുട്ടി കോടതിയിലേക്ക് മൊഴി നൽകാൻ പോകവേ 2 ബന്ധുക്കളോടെ കൂടെ പോകവേ ആ വാഹനം നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത ട്രക്ക് വന്ന് ഇടിക്കുകയും അതിൽ പെൺകുട്ടിക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും കൂടെയുണ്ടായിരുന്ന 2 ബന്ധുക്കൾ മരിക്കുകയും ചെയ്തിരുന്നു. ആ കേസിൽ അദ്ദേഹത്തിനെതിരെ തെളിവുകളൊന്നും കണ്ടെത്താനായില്ല. ഗൂഢാലോചനയൊന്നും ഇല്ല എന്ന് പറഞ്ഞ് വെറുതെ വിട്ടു. പക്ഷേ എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം ഈ യുവതിക്കെതിരെ ഉണ്ടായ അതിക്രമം എവിടെ നിന്നാണ്, അല്ലെങ്കിൽ ആ പിതാവിനെ വധിച്ച ആൾ തന്നെ ആയിരിക്കും ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിലെന്നത് ഒരു പരമമായ യാഥാർത്ഥ്യം തന്നെയാണ്. അതെല്ലാവർക്കും അറിയുന്നതാണ്. എന്തായാലും കുൽദീപ് സിംഗ് സെൻഗറിൻ്റെ ശിക്ഷ മരവിപ്പിക്കുക നടപടിയെ, ദില്ലി ഹൈക്കോടതി നടപടിയെ ഹൈക്കോടതി ഒഴിവാക്കി. ശിക്ഷ ഒഴിവാക്കാനാകില്ല എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. ഈ 2 വാർത്തകളാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളായി മാതൃഭൂമിയും അതുപോലെ തന്നെ സിറാജും മാധ്യമവും നൽകിയിരിക്കുന്നത്. മാധ്യമം ഇതിന് നിർണായക ഇടപെടലെന്ന് പറഞ്ഞപ്പോൾ സിറാജ് അത് 2 വാർത്തകളായിട്ടാണ് നൽകിയിരിക്കുന്നത്. ഉന്നാവോ ബലാത്സംഗ കേസിൽ ശിക്ഷ ഒഴിവാകില്ല എന്ന് പറഞ്ഞു. ആരവല്ലിയുടെ നിർവചനം മരവിപ്പിച്ച് സുപ്രീം കോടതി എന്നീ 2 വാർത്തകളായിട്ട് നൽകി. മാതൃഭൂമി നേരിൻ്റെ വഴി എന്ന വലിയ തലക്കെട്ടിന് താഴെ ഉന്നാവ് ആരവല്ലി കേസുകളിൽ സുപ്രധാന ഇടപെടലുമായി സുപ്രീം കോടതി എന്ന് പറഞ്ഞുകൊണ്ട് 2ആയി തിരിച്ചുകൊണ്ട് ഒറ്റ തലക്കെട്ടിന് താഴെ തന്നെ 2 വാർത്തകളായി നൽകിയിരിക്കുന്നു. ഇതിങ്ങനെയാണ് ആ പത്രങ്ങൾ ഇതിനെ ഡീൽ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഇതിനെ കൈകാര്യം ചെയ്തിരിക്കുന്നത്. അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി നൽകിയിരിക്കുന്നത് ശബരിമല സ്വർണ്ണപാളി കേസിലെ അറസ്റ്റാണ്. എൻ വിജയകുമാർ ഇന്നലെ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുമ്പാകെ വന്ന് കീഴടങ്ങി. അദ്ദേഹം പത്മകുമാറിൻ്റെ കീഴിലുള്ള ദേവസ്വം ബോർഡിൻ്റെ അംഗമായിരുന്നു. ആ ദേവസ്വം ബോർഡിലെ അംഗമായിരുന്നു. CPMൻ്റെ നോമിനി ആയിരുന്നു അദ്ദേഹം. കഴിഞ്ഞ ദിവസം എന്തുകൊണ്ട് മറ്റുള്ളവരിലേക്ക് അന്വേഷണം പോകുന്നില്ല, ശങ്കർദാസും വിജയകുമാറും അവർ 2 പേരുമായിരുന്നു അന്ന് ദേവസ്വം ബോർഡ് അംഗമായിട്ടുണ്ടായിരുന്നത്, ഇവർക്കെതിരേക്ക് എന്തുകൊണ്ട് അന്വേഷണം പോകുന്നില്ല എന്ന ഹൈക്കോടതിയുടെ ചോദ്യമുണ്ടായിരുന്നു. എന്തുകൊണ്ട് അന്വേഷണം ഉന്നതരിലേക്ക് പോകുന്നില്ല എന്ന ചോദ്യമുണ്ടായിരുന്നു. അതിനുശേഷം ഇവരെ അറസ്റ്റ് ഉണ്ടാകുമെന്ന് ഏതാണ്ട് ഉറപ്പായിരുന്നു. അപ്പോൾ മുൻകൂർ ജാമ്യം നൽകിയിരുന്നു എൻ വിജയകുമാർ. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് മാറി നിൽക്കുകയായിരുന്നു. അവിടെ നിന്ന് സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളുടെയും നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹം ഇന്നലെ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ തിരുവനന്തപുരത്തെ ഓഫീസിൽ വന്ന് അദ്ദേഹം കീഴടങ്ങിയത്. താൻ തെറ്റൊന്നും ചെയ്തില്ലെന്നും വലിയ കടുത്ത മാനസിക സമ്മർദ്ദമാണ് അനുഭവിക്കുന്നത്, അതുകൊണ്ടാണ് കീഴടങ്ങിയതെന്നുമാണ് എൻ വിജയകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ വാദം അതാണ്. താനൊന്നും ചെയ്തിട്ടില്ല, എല്ലാം ചെയ്തത് പ്രസിഡൻ്റാണ്. ഞങ്ങൾ പ്രസിഡന്റ് പറഞ്ഞിടത്ത് ഒപ്പിടുക മാത്രമാണ് ചെയ്തത് എന്നാണ് അദ്ദേഹം നൽകിയിരിക്കുന്ന മൊഴി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും അങ്ങനെ ഈ കേസിൽ ഒരു അറസ്റ്റ് കൂടി നടന്നിരുന്നു. KP ശങ്കർദാസ് ആണ് ഇനി ബാക്കിയുള്ളത്. KP ശങ്കർദാസ് അദ്ദേഹം ഇപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളുമായി ആശുപത്രിയിലാണ്. അദ്ദേഹത്തിൻ്റെ അറസ്റ്റും ഒരുപക്ഷെ ഉണ്ടായേക്കാം. അദ്ദേഹം മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. എൻ വിജയകുമാറിനെ സംബന്ധിച്ച് പറയുമ്പോൾ CPM കൂടുതൽ പ്രതിരോധത്തിൽ ആവുകയാണ്. അദ്ദേഹം CPM തിരുവല്ലം വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗമാണ്, CPMൻ്റെ സജീവ പ്രവർത്തകനാണ്. മറ്റൊരു CPM പ്രവർത്തകൻ കൂടി ഈ കേസിൽ അറസ്റ്റിലാകുമ്പോൾ CPM ആണ് പ്രതിസന്ധി നേരിടുന്നത്. ഇവരെ എല്ലാം സംരക്ഷിച്ചുകൊണ്ടാണ് CPM ഇപ്പോഴും നടപടിയെടുക്കുകയോ ഒന്നും ചെയ്തില്ല. പത്മകുമാർ അടക്കമുള്ളവർ ജയിലിലാണ്. എന്നിട്ട് പോലും അവർക്കെതിരെ ഒരു നടപടിയും ഇതുവരെയും എടുത്തിട്ടില്ല. അങ്ങനെ CPM കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു എന്നതുകൂടി ഇതിൻ്റെ ഒരു രാഷ്ട്രീയ വശമാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത, ഇന്നലെ നടൻ ജയസൂര്യയെ ED ചോദ്യം ചെയ്ത വാർത്തയാണ്. അത് 1-ാം പേജിൽ നൽകിയിരിക്കുന്നത് മാധ്യമം മാത്രമാണ്. ജയസൂര്യയെ ചോദ്യം ചെയ്യാനുണ്ടായ കാരണം സേവ് ബോക്സ് ബെറ്റിംഗ് ആപ്പിൻ്റെ ബ്രാൻഡ് അംബാസഡർ ആയിരുന്നു അദ്ദേഹം. അത് വലിയൊരു തട്ടിപ്പ് സംഭവമായിരുന്നു. അതിൻ്റെ ബ്രാൻഡ് അംബാസഡറെ തന്നെ കരാർ ഒപ്പുവെച്ചിരുന്നു. ഈ ആപ്പ് ലോഞ്ച് ചെയ്തത് പോലും ജയസൂര്യയാണ്. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്. ഇത് വലിയ തോതിൽ തട്ടിപ്പ് നടത്തുന്നത്, അതായത് ഇലക്ട്രോണിക് സാധനങ്ങൾ ഉൾപ്പെടെയുള്ളവ ലേലത്തിൽ പിടിക്കാൻ സഹായിക്കുന്ന, ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ലേലത്തിൽ പിടിക്കുന്ന തരത്തിലുള്ളൊരു ആപ്പായിരുന്നു ഇത്. മണി ലോണ്ടറിങ് കീഴിൽ വരുമെന്നാണ് ED അടക്കമുള്ളവർ കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജയസൂര്യയെ ചോദ്യം ചെയ്തത്. ഇന്നലെ രാവിലെ 11 മണിക്ക് തുടങ്ങിയ ചോദ്യം ചെയ്യൽ വൈകുന്നേരം 5 മണി വരെ നീണ്ടു. ജയസൂര്യയെ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും ചോദ്യം ചെയ്യലിന് വിധേയമാക്കിയിട്ടുണ്ട്. സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചാണ് ചോദ്യം ചെയ്യൽ നടത്തിയത്. അത് ആണ് ഒരു പ്രധാനപ്പെട്ട വാർത്ത തന്നെയായിരുന്നു ഇന്നലത്തെ. എന്നാൽ മാധ്യമം മാത്രമാണ് അത് 1-ാം പേജിൽ നൽകാൻ
തയ്യാറായിരിക്കുന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് CPM-ൻ്റെയും CPI-യുടെയും എല്ലാം സംസ്ഥാന നേതൃത്വത്തിൻ്റെ മീറ്റിംഗ് യോഗം കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിരുന്നു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ പരാജയം വിലയിരുത്തൽ തന്നെയായിരുന്നു യോഗത്തിൻ്റെ മുഖ്യ അജണ്ട. അതിനുശേഷം CPM ചില കാരണങ്ങൾ, പരാജയ കാരണങ്ങൾ, ഇത്രയും കാലം അങ്ങനെ പരാജയമുണ്ടോ എന്ന് ഉറപ്പിച്ച് പറയാതിരുന്ന CPM നേതാക്കളെല്ലാം തന്നെ യോഗം കഴിഞ്ഞപ്പോൾ സമ്മതിക്കുന്നു, പരാജയ കാരണങ്ങളുണ്ട്. അതായത് അമിതമായ ആത്മവിശ്വാസമുണ്ടായി, സംഘടനാ ദൗർബല്യമുണ്ടായി, പ്രാദേശികമായ വീഴ്ചകളുണ്ടായി എന്നൊക്കെയാണ് CPM അതിനെ വിലയിരുത്തിയിരിക്കുന്നത്. അതേസമയം ശബരിമല ആയുധമാക്കാൻ പ്രതിപക്ഷവും BJP-യും കോൺഗ്രസും ശ്രമിച്ചുവെങ്കിലും അത് വേണ്ടത്ര ഏശിയില്ല എന്നാണ് പറയുന്നത്. മുഖ്യമന്ത്രിക്കെതിരെയോ അല്ലെങ്കിൽ സർക്കാരിനെതിരെയോ ഭരണവിരുദ്ധ വികാരമില്ല എന്നും CPM-ൻ്റെ സംസ്ഥാന സമിതിയുടെ കണ്ടെത്തലാണ്. ഏതായാലും പരാജയ കാരണങ്ങൾ സമ്മതിക്കുന്നു എന്നത് വലിയ കാര്യം തന്നെയാണ്. ഞങ്ങൾക്ക് തെറ്റുപറ്റി, ഇനി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലും എന്നാണ് CPM പറയുന്നത്. ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് CPM പറയുന്നത്. തെരഞ്ഞെടുപ്പിലുണ്ടായത് അപ്രതീക്ഷിത പരാജയമാണ്. നഗരമേഖലയിലുണ്ടായ സംഘടനാ ദൗർബല്യം ഈ തിരിച്ചടിക്ക് കാരണമായിട്ടുണ്ട്. പ്രാദേശിക തലത്തിൽ മാത്രമല്ല, എല്ലാ മേഖലയിലും തിരുത്തേണ്ടതെല്ലാം തിരുത്തും. ഇതാണ് MV ഗോവിന്ദൻ, അതായത് CPM സംസ്ഥാന സെക്രട്ടറി ശ്രീ MV ഗോവിന്ദൻ ഇന്നലെ പറഞ്ഞത്. നഗരത്തിലാണ് സംഘടനാ ദൗർബല്യം ഭീകരമായിട്ടുണ്ടായത്. പ്രാദേശിക തലത്തിലുണ്ടായ തെറ്റുകളെല്ലാം തിരുത്തും. ഏതായാലും മുനിസിപ്പാലിറ്റിയിലെയും കോർപ്പറേഷനുകളെയും പരാജയമാണ് നഗരങ്ങളിൽ സംഘടനാ ദൗർബല്യമുണ്ടായി എന്ന് പറയുന്നതിലേക്ക് CPM-നെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. അതേസമയം പഞ്ചായത്തുകളിലോ വലിയ നഷ്ടം ഇല്ല എന്നാണ്, വലിയ പരാജയം ഇല്ല എന്നാണ് CPM-ൻ്റെ ഒരു വിലയിരുത്തൽ. അതാണ് പ്രാദേശിക തലത്തിലുണ്ടായ തെറ്റുകൾ, എന്നാലും ചെറിയ തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട്, അത് മാറ്റും എന്ന് പറഞ്ഞത്. മാതൃഭൂമിയുടെ ഫ്രണ്ട് പേജിൽ ഒരു രസകരമായ വാർത്തയുണ്ട്. ഒരുപക്ഷെ 90കളിലെയും 80കളിലെയും എല്ലാം കുട്ടികൾക്ക് ഒരുപാട് അന്ന് കുട്ടികളായിരുന്നവരുടെ എല്ലാം ഒരു നൊസ്റ്റാൾജിക് ക്യാരക്ടറുണ്ട്, കബീഷ്. കഴിഞ്ഞ 20 വർഷത്തിലേറെ കബീഷ് ഇല്ല. ബാലഭൂമിയിലും അതുപോലെ തന്നെ പൂമ്പാറ്റയിലുമെല്ലാം നിറഞ്ഞു നിന്നിരുന്ന ഒരു കഥാപാത്രമായിരുന്നു, ചിത്രകഥയിലെ കഥാപാത്രമായിരുന്നു കബീഷ്. ആ കബീഷ് തിരിച്ചു വരുന്നു എന്ന വാർത്തയാണ്, സന്തോഷം നൽകുന്നൊരു വാർത്തയാണ്. കബീഷിൻ്റെ നീളൻ വാലുപയോഗിച്ച് അദ്ദേഹം വേട്ടക്കാരുടെ കയ്യിലകപ്പെടുന്ന കുട്ടികളെയും എല്ലാം രക്ഷപ്പെടുത്തുന്ന കഥകളായിരുന്നു കബീഷിൻ്റേത്. ആ കബീഷിൻ്റേത് വീണ്ടും ബാലഭൂമി വഴിയാണ് വീണ്ടും വരാൻ പോകുന്നത്. ഇടയിൽ ഇതിൻ്റെ കബീഷിൻ്റെ അവകാശം കൈവശമുണ്ടായിരുന്ന ആനന്ദ പൈ, അദ്ദേഹമായിരുന്നു ഇതിൻ്റെ സൃഷ്ടാവ്. അദ്ദേഹം ഒരു ഹൈദരാബാദിലെ കളർ ചിപ്പിന് ഇത് വിറ്റതോടുകൂടിയാണ് കബീഷ് പൂർണ്ണമായും ചിത്രകഥയിൽ നിന്ന് മാറിയത്. ഇപ്പോൾ കബീഷ് തിരിച്ചു വരുന്നു. അത് മാതൃഭൂമിയിലൂടെയാണ്, ബാലഭൂമിയിലൂടെയാണ് തിരിച്ചു വരുന്നത് എന്ന വാർത്ത സന്തോഷം നൽകുന്നൊരു വാർത്തയാണ്. പുതിയ തലമുറയിലേക്കുള്ളവരോ ജൻസിക്കാർക്കോ കബീഷിനെ അത്ര പരിചയം കാണില്ല. പക്ഷേ അതിനു മുമ്പുള്ള തലമുറകൾക്ക്, മില്ലനിയേഴ്സിനും 80s എല്ലാം തന്നെ കബീഷ് അവരുടെ ഒരു ബാല്യകാല സുഹൃത്ത് തന്നെയായിരുന്നു. ഈ ഒരു വാർത്ത ഒന്നാം പേജിൽ തന്നെ നൽകിയിരിക്കുന്നു. മാതൃഭൂമിയുടെ ഒന്നാം പേജിലുള്ള മറ്റൊരു വാർത്ത, ഈ നാട് ഇതെങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചുകൊണ്ടാണ്. ഇന്നലെ കോഴിക്കോടുണ്ടായ ഒരു സംഭവത്തെക്കുറിച്ചാണ്. പിണങ്ങി വീട് വിട്ട പെൺകുട്ടിയെ മയക്കുമരുന്ന് നൽകി കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കി എന്ന ഒരു സംഭവം ഇന്നലെ കോഴിക്കോട് റിപ്പോർട്ട് ചെയ്തിരുന്ന 2 പേർ യുവാക്കൾ അറസ്റ്റിലാവുകയും ചെയ്തു. മുഹമ്മദ് സാലിഹ്, ഷബീർ അലി എന്നിവരാണ് അറസ്റ്റിലായത്. ഇതൊരു ഒട്ടും നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ഒന്നാണ്. നമ്മുടെ നാട് ഇത് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ഇത് രക്ഷിതാക്കളുമായി പിണങ്ങി വീട് വിട്ട് ബീച്ചിലെത്തിയതായിരുന്നു ഈ 16 വയസ്സുകാരി. അവർക്ക് താമസിക്കാൻ വീടും ഭക്ഷണവും നൽകാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ ആ കുട്ടിയെ വശത്താക്കുകയും വശീകരിച്ച് ഒരു ഫ്ലാറ്റിലെത്തിച്ച് കൂട്ടബലാത്സംഗം ചെയ്യുകയുമായിരുന്നു. താമരശ്ശേരി സ്വദേശികളാണ് പിടിയിലായവർ. ഇവരെ ഇനി 2 പേരെ കൂടി, കുട്ടികളെ ഇവരെ ഫ്ലാറ്റിലേക്ക് കൊണ്ടുപോയ 2 പേരെ കൂടി പിടികൂടാനുണ്ട്. ഡിസംബർ 20-നാണ് പെരിന്തൽമണ്ണയിലെ ബസ്സിൽ നിന്ന് കോഴിക്കോട്ട് 21-ന് പുലർച്ചെ 2-ന് ബീച്ചിൽ വെച്ച് പെൺകുട്ടി കണ്ട കാസർഗോഡ് സ്വദേശികൾ പതിരങ്കാവിലെ സുഹൃത്തിനെ ഫ്ലാറ്റിലേക്ക് കൊണ്ടുപോയി. ഫ്ലാറ്റിലായി അറസ്റ്റിലായ 2 പേരും ഫ്ലാറ്റിലായിരുന്നു. മയക്കുമരുന്ന് നൽകിയാണ് കുട്ടിയെ പീഡിപ്പിച്ചത്. അതിനുശേഷം 4000 രൂപ നൽകി ബീച്ചിൽ ഇറക്കി വിട്ടു എന്നാണ് കുറ്റപത്രം. ഏതായാലും പോലീസ് അവിടെ വനിതാ ഹെൽപ്പ് ലൈൻ റോന്ത് ചുറ്റുന്നതിനിടെയാണ് പെൺകുട്ടിയെ കണ്ടത്. ചോദ്യം ചെയ്തപ്പോഴാണ് കുട്ടി വിവരങ്ങൾ പറഞ്ഞത്. വെള്ളയിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഏതായാലും ഏതൊരു
ദാരുണമായ സംഭവം തന്നെയായിപ്പോയി. നമ്മുടെ നാട് എങ്ങോട്ട് പോകുന്നു, മരവിച്ച നാട് എങ്ങോട്ടാണ് ഈ പോക്ക് എന്നാണ് മാതൃഭൂമി അതിനോട് ചോദിച്ചിരിക്കുന്നത്. ഉൾപേജുകളിലേക്ക് കടക്കുകയാണെങ്കിൽ ദുബൈയിൽ വീണ്ടും UAEയുടെ വിവിധ ഭാഗങ്ങളിൽ മഴ പെയ്തു. ശക്തമായ മഴ, യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന വാർത്ത മാധ്യമം അതിൻ്റെ ഗൾഫ് പേജിൽ നൽകിയിരിക്കുന്നുണ്ട്. ദുബൈ, റാസൽ ഖൈമ, ഫുജൈറ, ഷാർജ എമിറേറ്റുകളിലാണ് മഴ പെയ്തത്. അതുപോലെ വിദ്യാഭ്യാസ സംവിധാനം ശക്തിപ്പെടുത്താൻ പുതിയ നിയമം വരുന്നു എന്ന വാർത്തയും മാധ്യമം നൽകിയിരിക്കുന്നു. അതേസമയം ഷാർജയിൽ 4450 കോടി ദിർഹത്തിൻ്റെ പൊതു ബജറ്റിന് അംഗീകാരം നൽകി എന്ന വാർത്തയാണ് മാതൃഭൂമി പ്രധാനപ്പെട്ട വാർത്തയായി നൽകിയിരിക്കുന്നത്. സാമ്പത്തിക സുസ്ഥിരതയും സാംസ്കാരിക ശാസ്ത്രീയ അഭിവൃദ്ധിയും ലക്ഷ്യമിടുന്നതാണ് ബജറ്റിന് ഭരണാധികാരി ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി അംഗീകാരം നൽകി എന്ന വാർത്തയാണ് നൽകിയിരിക്കുന്നത്. ദുബൈയിൽ കുട്ടികൾക്കായി പുതിയ സൈക്ലിംഗ് പാത ആരംഭിച്ചു എന്ന വാർത്തയും മാതൃഭൂമി നൽകിയിട്ടുണ്ട്. ഉൾപേജിലേക്ക് പോകുമ്പോൾ സിറാജിൽ ഗൾഫ് വാർത്തയിൽ നൽകിയിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് മഴ തന്നെയാണ്. അതുപോലെ മധുരപാനീയങ്ങളെ 4 വിഭാഗങ്ങളായി തിരിക്കും. കാരണം ജനുവരി 1 മുതൽ പഞ്ചസാരയുടെ അളവ് അടിസ്ഥാനമാക്കി നികുതി ചുമത്താൻ പോവുകയാണ്, ഷുഗർ ടാക്സ് ഏർപ്പെടുത്താൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് മധുരപാനീയങ്ങളെ 4 വിഭാഗങ്ങളായി തിരിക്കും എന്ന വാർത്ത സിറാജ് നൽകിയിരിക്കുന്നു. ഒപ്പം തന്നെ ഫിഫയുടെ ലോക ഫുട്ബോൾ പുരസ്കാരം ദുബൈയിൽ നൽകും. ഇത്തവണ ദുബൈയിൽ വെച്ചാണ് നടത്തുക എന്ന് ഇൻഫിനിറ്റി 2026 ലോക ഫുട്ബോളിലെ മികച്ച താരങ്ങളെയും പരിശീലന ടീമുകളെ ആദരിക്കുന്നതിന് ഫിഫയും ദുബൈയും കൈകോർക്കും. അത് ദുബൈ ഫിഫ വേൾഡ് ഫുട്ബോൾ അവാർഡ് എന്ന പേരിലായിരിക്കും പുരസ്കാരം നൽകുക. അത് 2026 നൽകും എന്ന് ഇത് ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോ ആണ് അറിയിച്ചത്. ഈ 2 വാർത്തകളാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി സിറാജ് നൽകിയിരിക്കുന്നത്. നമുക്ക് ഉൾപേജുകളിലേക്ക് കടക്കുമ്പോൾ ഉൾപേജുകളിലാണ് ജയസൂര്യയെ ചോദ്യം ചെയ്ത വാർത്തകളെല്ലാം തന്നെ നൽകിയിരിക്കുന്നത്. കസ്റ്റഡിയിൽ നഷ്ടപ്പെട്ട കൊടും കുറ്റവാളി ബാലമുരുകനെ തമിഴ്നാട്ടിൽ നിന്ന് പോലീസ് പിടികൂടി എന്ന വാർത്തയുണ്ട്. അത് തിരികെ അദ്ദേഹത്തെ കേരളത്തിലെ പോലീസിന് കൈമാറുമെന്ന വാർത്തയാണ് നൽകിയിരിക്കുന്നത്. നമുക്കിനി മാതൃഭൂമിയിലെ ഉൾപേജിലാണെങ്കിൽ പുനഃസംഘടനയ്ക്കായി കോൺഗ്രസിൽ മുറവിളി എന്നൊരു വാർത്തയുണ്ട്. കോൺഗ്രസിലെ ഡൽഹിയിൽ നിന്ന് വാർത്തയാണ്. സംഘടനയെ ശക്തിപ്പെടുത്താൻ കോൺഗ്രസ് കൊണ്ടുവന്ന പുനഃസംഘടന വർഷം അവസാനിക്കാൻ ഒരു ദിവസം ബാക്കി നിൽക്കുമ്പോഴും ഇവിടെ പുനഃസംഘടന നടന്നിട്ടില്ല. ഡിസംബർ 30 മുമ്പ് പുനഃസംഘടന എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഇതുവരെയും പുനഃസംഘടന നടന്നിട്ടില്ല എന്ന ഒരു വാർത്ത, അതിനുവേണ്ടിയുള്ള മുറവിളി നടക്കുകയാണ് എന്ന വാർത്തയാണ് ഡൽഹിയിൽ നിന്ന് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ മാത്രമല്ല, തദ്ദേശ സ്ഥാപനങ്ങളിൽ പലയിടത്തും SDP പിന്തുണയും അതുപോലെ തന്നെ പല BJP പിന്തുണയിലെല്ലാം തന്നെ CPMൻ്റെ പിന്തുണയെല്ലാം തന്നെ വോട്ടിലെല്ലാം തന്നെ ജയിച്ചു കയറിയ കോൺഗ്രസിൻ്റെ പ്രസിഡന്റുമാർക്കെതിരെ പാർട്ടി നടപടിയെടുത്തു തുടങ്ങി. ചിലരെല്ലാം രാജിവെച്ച്, അഗളി പ്രസിഡന്റ് അടക്കമുള്ളവർ രാജിവെച്ച് നടപടി ഒഴിവാക്കി എങ്കിലും പലയിടത്തും നടപടികൾ ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. നമുക്ക് എഡിറ്റോറിയൽ പേജിലേക്ക് വേഗത്തിൽ പോകാം. എഡിറ്റോറിയൽ പേജിൽ 2 മാതൃഭൂമിയും സിറാജും ആരവല്ലി തന്നെയാണ് എഡിറ്റോറിയലിൽ എടുത്തിരിക്കുന്നത്. മാതൃഭൂമി ആരവല്ലി മാത്രമല്ല, ഉന്നാവോയും ചേർത്ത് ഇന്നലെ സുപ്രീം കോടതിയിൽ വന്ന 2 വിധിയും ചേർത്ത് വെച്ചുകൊണ്ടാണ് നീതിപീഠം ഇടപെടുമ്പോൾ എന്ന തലക്കെട്ടോടുകൂടി മുഖപ്രസംഗം എഴുതിയിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ആരവല്ലി കേസിൻ്റെ പ്രത്യേകത എന്താണ്, അതുപോലെ തന്നെ ഉന്നാവോ കേസിൻ്റെ ഈ സുപ്രീം കോടതിയുടെ ഇടപെടൽ നൽകുന്ന പ്രതീക്ഷ, അതൊക്കെ തന്നെയാണ് മാതൃഭൂമിയുടെ എഡിറ്റോറിയൽ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയം ശീതകാല അവധിക്കാലമാണ് കൂടി. ശീതകാല അവധി കഴിഞ്ഞ് ഈ കേസുകൾ പരിഗണിക്കാമെന്ന് വെക്കാതെ ഒരു പ്രത്യേക ബെഞ്ചിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് വളരെ വേഗത്തിൽ ഇത് പരിഗണിച്ച സുപ്രീം കോടതിയുടെ നടപടിയെയാണ് ശ്ലാഘനീയമാണ്. അതിനെക്കുറിച്ച് തന്നെയാണ് എഡിറ്റോറിയൽ എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട്. ആരവല്ലിയിൽ ആശ്വാസം എന്നാണ് സിറാജ് നൽകിയിരിക്കുന്ന. ആരവല്ലിയുമായി ബന്ധപ്പെട്ടുള്ള വാദങ്ങൾ തന്നെയാണ് അവിടെ എല്ലാം തന്നെ ഉള്ളത്. നമ്മൾ നേരത്തെ സംസാരിച്ചതായതുകൊണ്ട് അതിനെ കൂടുതൽ സംസാരിക്കുന്നില്ല. അതേസമയം മാധ്യമത്തിൻ്റേത് ഒരു ഇൻ്റർനാഷണൽ എഡിറ്റോറിയലാണ്. യുക്രൈൻ സമാധാന ചർച്ച പ്രത്യാശയിൽ മുന്നോട്ട് എന്നതാണ്. കഴിഞ്ഞ ദിവസം സെലൻസ്കി, അതായത് യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയും അതുപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും
ഡൊണാൾഡ് ട്രംപും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിനുശേഷം 20 സമാധാന പദ്ധതി 90% ശരിയായി എന്നാണ് സെലൻസ്കി പറയുന്നത്. ധാരണയിലെത്തി, എന്നാൽ 95%-ത്തിലെത്തിയെന്ന് ട്രംപ് അവകാശപ്പെടുന്നു. ഇനി തീരുമാനത്തിലെത്താത്തത് യുക്രൈൻ്റെ റഷ്യ കൈവശം വെച്ചിരിക്കുന്ന പ്രദേശങ്ങൾ സംബന്ധിച്ചാണ്. അത് വിട്ടുകൊടുക്കുന്നത് സംബന്ധിച്ചാണ്. റഷ്യ ഏതാണ്ട് യുക്രൈൻ്റെ 20%-ഓളം പ്രദേശം ഇപ്പോൾ കൈവശം വെച്ചിട്ടുണ്ട്. ഡോൺബാസ് മേഖല ഉൾപ്പെടെ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ ഏരിയയും അത് തന്നെയാണ്. അപ്പോൾ അതെല്ലാം തിരിച്ചു നൽകുന്ന കാര്യത്തിലാണ് ഇനി തർക്കമുണ്ടാവേണ്ടത്, തീരുമാനമുണ്ടാകേണ്ടത്. ഇന്നലെ സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തുന്നതിന് മുമ്പ് 2.5 മണിക്കൂറോളം ഫോണിൽ ട്രംപും പുടിനും ഇക്കാര്യം സംബന്ധിച്ച് വിശദമായി തന്നെ സംസാരിച്ചിരുന്നു. അതിനുശേഷമാണ് സെലൻസ്കിയുമായുള്ള കൂടിക്കാഴ്ച നടന്നത്. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് പ്രശ്നപരിഹാരത്തിലേക്ക് വഴി തുടരുന്നതെന്നാണ്. ഏതാണ്ട് 4 വർഷമാകുന്നു. ഈ ഫെബ്രുവരി 22 എത്തുമ്പോൾ 4 വർഷമാകും ആ യുദ്ധം ആരംഭിച്ചിട്ട്. ഒരുപക്ഷെ ലോകമഹായുദ്ധത്തിന് ശേഷം ഇത്രയും നീണ്ടു നിന്ന യുദ്ധം വേറെ ഉണ്ടാകുമോ എന്നതാണ് സംശയം. ആ യുദ്ധം അവസാനിപ്പിക്കാൻ ഇനി ഉള്ളത് ഈ ടെറിട്ടോറിയൽ പ്രശ്നങ്ങൾ മാത്രമാണ്. ആ ടെറിട്ടോറിയൽ പ്രശ്നങ്ങൾ കൂടി സമാധാനപരമായി ചർച്ച ചെയ്ത് അവസാനിപ്പിക്കുകയാണെങ്കിൽ യുദ്ധം അവസാനിക്കും. ഇരു രാജ്യങ്ങളും യുദ്ധവുമായി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല, അതുപോലെ തന്നെ ആരും മരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ട്രംപ് പറഞ്ഞത്. സമാധാന കരാർ അംഗീകരിക്കപ്പെട്ടില്ലെങ്കിൽ യുദ്ധം ഇനി കണ്ടിന്യൂ ചെയ്ത് തുടർന്നുകൊണ്ടേയിരിക്കും, നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെടുമെന്നൊക്കെയാണ് ട്രംപ് പറഞ്ഞത്. സമാധാന പ്രക്രിയ അത് ബലം കാണുകയാണെങ്കിൽ ഏറ്റവും നല്ല കാര്യം തന്നെയാണ്. കാരണം നിരവധി പേരാണ് കൊല്ലപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്. ഓരോ ദിനവും കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിരവധി പേരാണ്. അതിൽ നിന്നെല്ലാം ഒരു മോചനം സ്വാഭാവികമായും വേണം. അതൊരു ലോകത്ത് സമാധാനം പുലരേണ്ടതുണ്ട്. അതുകൊണ്ട് യുദ്ധം അവസാനിക്കാൻ ഈ ഉടമ്പടി കൊണ്ട് സാധിക്കട്ടെ എന്ന് മാത്രം നമുക്ക് പ്രതീക്ഷ വയ്ക്കാം. സ്പോർട്സ് പേജിലേക്ക് വരികയാണെങ്കിൽ ടെസ്റ്റിലെ സ്റ്റാർ എന്ന് പറയുന്നത് സ്റ്റാർക്ക് തന്നെയാണ്. 2020 ഏറ്റവും കൂടുതൽ ടെസ്റ്റ് കരിയർ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ 55 വിക്കറ്റാണ്. 11 ടെസ്റ്റിൽ നിന്ന് 55 വിക്കറ്റുമായാണ് ഏറ്റവും സ്റ്റാർക്ക് നേടിയത്. ടെസ്റ്റിലെ ഏറ്റവും മികച്ച താരം, ഏറ്റവും മികച്ച ബൗളർ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓസീസിൻ്റെ മിച്ചൽ സ്റ്റാർക്ക് തന്നെയാണ്, മാത്രമേ ഉള്ളൂ എന്നതാണ് അർത്ഥം. ആ രീതിയിലാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ 1560 ഓവറുകളാണ് അദ്ദേഹം പന്തുകളാണ് അദ്ദേഹം എറിഞ്ഞത്. അതിൽ 953 റൺസ് വഴങ്ങി. 37 മെയ്ഡൻ ഓവറുകളുണ്ട്. 55 വിക്കറ്റ് വീഴ്ത്തി. ഏറ്റവും മികച്ച ബോളിംഗ് 7 വിക്കറ്റ് 55 റൺസിന്. ഇക്കണോമി 17, ശരാശരി 17.32, ഇക്കണോമി 3.66, 5 വിക്കറ്റ് 3 തവണ നേടി, 10 വിക്കറ്റ് 1 തവണ നേടി. അദ്ദേഹത്തിൻ്റെ മൊത്തം ഈ വർഷത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് എല്ലാം തന്നെ മാതൃഭൂമി നൽകിയിട്ടുണ്ട്. അങ്ങനെ കഴിഞ്ഞ വിജയസര കളിയിൽ ഇന്നലെ കേരളം വീണ്ടും തോറ്റു, വാർത്തയുണ്ട്. അതുപോലെ ഇന്ത്യ ശ്രീലങ്ക വനിതകളുടെ അവസാനത്തെ ഏകദിന 2020 മത്സരം ഇന്നാണ് കാര്യവട്ടത്ത്, അതിൻ്റെ വാർത്തയുണ്ട്. ഒപ്പം സന്തോഷ് ട്രോഫിയുടെ കേരള ടീം ക്യാമ്പ് പുരോഗമിക്കുന്നു. കിരീടം ലക്ഷ്യമിട്ട് കേരളം എന്ന് പറഞ്ഞ് കണ്ണൂരിൽ നിന്നുള്ള വാർത്തയുണ്ട്. സന്തോഷ് ട്രോഫി മത്സരത്തിനായി പരിശീലിക്കുന്ന കേരള താരങ്ങളുടെ ഫോട്ടോയുമുണ്ട്. മുഖ്യ പരിശീലനായ ഷഫീഖ് ഹസൻ്റെ ഒരു പ്രതികരണത്തോടു കൂടിയാണ് ആ വാർത്ത നൽകിയിരിക്കുന്നത്. മാതൃഭൂമിയുടെ സ്പോർട്സ് പേജിലേക്ക് കടന്നു കഴിഞ്ഞാൽ വാരണം 1000 എന്ന പേരിൽ കരിയറിൽ 1000 ഗോൾ തികയ്ക്കുമെന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇന്നലെ കഴിഞ്ഞ ദിവസം ദുബൈയിലെ ഗ്ലോബ് സോക്കർ അവാർഡ് സ്വീകരിച്ചുകൊണ്ടാണ്, മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും മികച്ച പ്ലെയറുള്ള അവാർഡ് സ്വീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് 1000 ഗോളുകൾ തികയ്ക്കുക എന്നത് തൻ്റെ ആഗ്രഹമാണ്. അത് വൈകാതെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ മെൽബൺ കഴിഞ്ഞ ആഷസിലെ ബോക്സിംഗ് ഡേ ടെസ്റ്റ് നടന്ന മെൽബൺ പിച്ചിൽ അതൃപ്തി രേഖപ്പെടുത്തിയ ICC ഡീമെറിറ്റ് പോയിൻറ്റും ഒരു ഡീമെറിറ്റ് പോയിൻറ്റും ചുമത്തി എന്ന വാർത്തയും മാധ്യമം നൽകിയിട്ടുണ്ട്. തോൽവി മധ്യേ കേരളം എന്നാണ് വിജയ് ഹസാരെ ട്രോഫിയിൽ ഇന്നലത്തെ കേരളത്തിൻ്റെ തോൽവിയെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. കൊച്ചിയിൽ രാജ്യാന്തര സ്റ്റേഡിയം നിർമ്മിക്കുമെന്ന് പുതിയ KCAയുടെ ഭാരവാഹികൾ ഇന്നലെ വന്നു. ശ്രീജിത്ത് പ്രസിഡന്റ്, വിനോദ് സെക്രട്ടറിയുമായിട്ടുള്ള പുതിയ ഭാരവാഹികളാണ് വന്നത്. കൊച്ചിയിൽ ഒരു രാജ്യാന്തര സ്റ്റേഡിയം നിർമ്മിക്കുമെന്ന പതിവ് പല്ലവി KCA ആവർത്തിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇത് തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഏറ്റവും വലിയ വിവാദങ്ങൾ എന്ന് മാറിയത്
മേയറും കൗൺസിലറും തമ്മിലുള്ള കൗൺസിലറും എം എൽ എയും തമ്മിലുള്ള തർക്കമായിരുന്നു ഓഫീസ് ഒഴിയുന്നത് സംബന്ധിച്ച്. ആ രാഷ്ട്രീയ പോര് മുറുകുന്നു എന്നതാണ് വാർത്ത. ശ്രീലേഖ പ്രശാന്തനെ പോയി കണ്ടിരുന്നു, എം എൽ എ പോയി കണ്ടിരുന്നു. ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളില്ല എന്ന് അവർ പറഞ്ഞെങ്കിലും കോർപ്പറേഷൻ കെട്ടിടങ്ങൾ വാടകയ്ക്ക് നൽകിയതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അതിൽ അഴിമതി നടന്നുണ്ടോ എന്ന കാര്യത്തിൽ കോർപ്പറേഷൻ ഒരു അന്വേഷണം ആരംഭിക്കുന്നു എന്നതാണ് വി വി രാജേഷ് മേയർ അക്കാര്യം അറിയിച്ചിരിക്കുന്നു. മാത്രവുമല്ല, ഈ കേസിലേക്ക് ഈ ബി ജെ പിക്കും സി പി എമ്മിനും ഇടയിൽ ഉണ്ടായിരുന്ന വിവാദത്തിലേക്ക് ഇന്നലെ കോൺഗ്രസ് നേതാക്കൾ കൂടി പ്രതികരണമായി, ശബരിനാഥ് അടക്കമുള്ള നേതാക്കൾ പ്രതികരണമായി വന്നതോടുകൂടിയാണ് ഇതൊരു വലിയ രാഷ്ട്രീയ വിവാദത്തിലേക്ക് മാറിയതും. അതിന് ശബരിനാഥിന് തക്കതായ മറുപടി വി കെ പ്രശാന്ത് നൽകുകയും ചെയ്തു. ശബരിനാഥ് പറഞ്ഞത് എം എൽ എ ക്വാർട്ടേഴ്സിൽ 2 ഓഫീസുകളുണ്ടല്ലോ, അവിടെ ഓഫീസ് സ്ഥാപിച്ചാൽ പോരെ എന്നാണ്. അത് ശബരിനാഥിൻ്റെ സൗകര്യത്തിനല്ല, ജനങ്ങളുടെ സൗകര്യത്തിനാണ് ഓഫീസ് തുറക്കുന്നത് അല്ലെങ്കിൽ ഓഫീസ് പ്രവർത്തിപ്പിക്കുന്നത് എന്നാണ് വി കെ പ്രശാന്ത് നൽകിയ കുറിക്കുകൊള്ളുന്ന മറുപടി. ഏതായാലും ഇന്നത്തെ ദ പ്രസ് ഇവിടെ സമാപിക്കുകയാണ്. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.